ഇമാം നവവി റളിയല്ലാഹുവിന്റെ കാലത്ത് മൗലിദുണ്ട്. ആ കാലഘട്ടത്തിൽ മൗലിദുണ്ട്. സുഹൃത്തുക്കളെ, മൗലിദിനോ മൗലിദ് ആഘോഷത്തിനോ എതിരായി ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അവിടുത്തെ പ്രഗത്ഭനായ ഉസ്താദ് ഏത് അനാചാരങ്ങൾ ഇസ്ലാമിൽ കടന്നു വന്നാലും അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്ന ഉസ്താദ് അബൂ ശാമ റളിയല്ലാഹു അൻഹു അതിനുവേണ്ടി മാത്രം രചിച്ചൊരു കിതാബുണ്ട്. അനാചാരത്തെ എതിർക്കാൻ വേണ്ടി മാത്രം രചിച്ചൊരു കിതാബ്. ആ കിതാബിന്റെ പേരാണ് അൽ ബാഇസു അലാ ഇൻകാരിൽ ബിദ്ഇ വൽ ഹവാദിസ്. ഹിജ്റ 665 മഹാനവറുകളുടെ വഫാത്ത്. ബഹുമാനപ്പെട്ടവർ എഴുതി രേഖപ്പെടുത്തിയതായി കാണാം. വമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ മിൻ ഹാദൽ ഖബീലി മാ കാന യുഫ്അലു ബിമദീനതി ഇർബൽ ജബറഹല്ലാഹു തആല കുല്ല ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖ് ലിയൗമി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലഘട്ടത്തിൽ വളരെ വിപുലമായി, വളരെ വിശദമായി, വളരെ വിപുലമായി അതാ നടന്നു വരുന്ന ഏറ്റവും നല്ല ഒരു ആചാരത്തിൽ പെട്ടതാണ് ഇറബൽ എന്ന പട്ടണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സൽക്കർമ്മം. അതെപ്പോഴാണ് നടക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തോട് യോജിച്ചുകൊണ്ടാണ് നടക്കുന്നത്. എന്താണ് ആ നബിദിനാഘോഷത്തിൽ നടത്തുന്നത്? മിനസ്സദഖാത്തി, ധാരാളം ധർമ്മം ചെയ്യുന്നു. വൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ പലതും പ്രവർത്തിക്കുന്നു. വഇൽഹാരി സീനതി വസ്സുറൂർ, നബിതങ്ങൾ ജനിച്ച ദിവസം എന്ന നിലക്ക് സന്തോഷം പ്രകടിപ്പിക്കുന്നു. വഇൽഹാരി സീനതി, അലങ്കാരം പ്രകടിപ്പിക്കുന്നു. ഫഇന്ന ദാലിക മഅമാ ഫീഹി മിനൽ ഇഹ്സാനി ഇലൽ ഫുഖറാ, സദഖ ചെയ്യുമ്പോൾ സാധുക്കൾക്ക് ധാരാളം നന്മ കിട്ടും എന്നതിന്റെ പുറമെ മുശ്ഇറും ബിമഹബ്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലങ്കാരം കൊണ്ട് എന്താ കിട്ടുക? ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ ലൈറ്റ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ പല പള്ളികളും രാത്രിയാകുമ്പോൾ നല്ല ഈ മിന്നുന്ന ലൈറ്റ് പല പള്ളികളുടെയും മേലെ സ്ഥാപിച്ചതായി കാണാം. പല സ്ഥാപനങ്ങളുടെയും മേലെ, മദ്രസയുടെയും മറ്റും മേലെ അങ്ങനെ സ്ഥാപിച്ചതായി നമുക്ക് കാണാം. അങ്ങനെ ഡെക്കറേഷൻ ബൾബുകൾ വെച്ച് ഇങ്ങനെ ഒരു അലങ്കാരം വെച്ചതായി നമ്മൾ കാണുന്നു. ഇങ്ങനെയുള്ള അലങ്കാരം പ്രകടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് മഹാനവറുകൾ പറയാണ്. ആര്? ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ അബൂ ശാമ റളിയല്ലാഹു അൻഹു പറയാണ്, വഇൽഹാരി സീനതി വസ്സുറൂർ, സന്തോഷം പ്രകടിപ്പിക്കുന്നു, അലങ്കാരം പ്രകടിപ്പിക്കുന്നു. ഫഇന്ന ദാലിക മഅമാ ഫീഹി മിനൽ ഇഹ്സാനി ഇലൽ ഫുഖറാ, അങ്ങനെ ഈ നബിദിനാഘോഷ പരിപാടികൾ നടക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നു. അവരിൽ പലർക്കും വസ്ത്രം വിതരണം ചെയ്യുന്നവരുണ്ട്, സാന്ത്വന പ്രവർത്തനം നടത്തുന്നവരുണ്ട്, ഭക്ഷണം വിതരണം ചെയ്യുന്നവരുണ്ട്, സമ്മാനം നൽകുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് നന്മകൾ ലഭിക്കുന്നതിന്റെ പുറമെ മുശ്ഇറും ബിമഹബ്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള സ്നേഹം, ആ സ്നേഹത്തിന്റെ മേൽ അറിയിക്കുന്ന പ്രവർത്തനമാണത്. വതഅലീമിഹി വജലാലതിഹി ഫീ ഖൽബി ഫാഇലിഹി, ആ അലങ്കാരം പ്രകടിപ്പിക്കുന്നവരും നന്മകൾ ചെയ്യുന്നവരുമൊക്കെ അവരുടെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിരറ്റ ബഹുമാനമുണ്ടെന്നും നബി തങ്ങളെ അതിരറ്റവർ ആദരിക്കുന്നുണ്ടെന്നും അവിടുത്തെ മഹത്വം അവരുടെ ഹൃദയത്തിൽ ഊഢമൂലമായിട്ടുണ്ടെന്നുമുള്ളതിന്റെ ലക്ഷണവും തെളിവുമാണത്. വശുക്റൻ ലില്ലാഹി തആല, അള്ളാഹുവിന് നന്ദിയായിട്ടുമാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അലാമാ മന്ന ബിഹി, എന്തിനാണ് അള്ളാഹുവിന് ഇങ്ങനെ ശുക്ർ ചെയ്യുന്നത്? അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്തതിന്റെ പേരിൽ. എന്താണ് ആ അനുഗ്രഹം? മിൻ ഈജാദി റസൂലിഹി അല്ലദീ അർസലഹു റഹ്മത്തൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനായി അള്ളാഹു തആല നിയോഗിച്ചയക്കുകയും അള്ളാഹുവിന്റെ റസൂലിനെ നമുക്ക് സൃഷ്ടിച്ചു തരികയും ചെയ്തല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വഅലാ ജമീഇൽ മുർസലീൻ, എല്ലാ മുർസലീങ്ങൾക്കും മഹത്തായ അനുഗ്രഹം നൽകട്ടെ. ഓ സഹോദരന്മാരെ, ഞാനിതിങ്ങനെ പറയാൻ കാരണം, ഇന്നലെ എനിക്ക് ഒരാൾ ഒരു ക്ലിപ്പ് കേൾപ്പിച്ചു തന്നു. അതിലൊരു മുസ്ലിയാർ പറയുന്നു, അല്ലെങ്കിൽ ഒരു മൗലവി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മൗലിദി അല്ല, ഇമാം നവവി റളിയല്ലാഹുവിന്റെ കാലത്ത് മൗലിദ് ഇല്ലാത്തത് കൊണ്ടാണ് പരാമർശിക്കാതിരുന്നത്.
ഇമാം നവവി റളിയല്ലാഹുവിന്റെ ഉസ്താദാണ് ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പൊ വിഷയങ്ങളെ കുറിച്ച് അറിവില്ലാതെ ആരും സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ച് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഏത് നല്ല കാര്യങ്ങളുണ്ടോ, ഏത് അനുവദനീയമായ കാര്യങ്ങളുണ്ടോ, അതിനെ വിമർശിക്കാൻ പാടില്ല. അത് വിമർശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ജനങ്ങളുടെ മനസ്സിൽ മതിപ്പും ബഹുമാനവും വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെതിരായി ഒരാളും സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിക്കുന്നത് അത് മനുഷ്യന്റെ ഈമാനിന് കേടുവരാൻ സാധ്യതയുള്ള കാര്യമാണ്. മിനയിൽ താമസിക്കേണ്ട രാത്രി അന്ന് അറഫയിലേക്ക് കുറെ തീ കത്തിക്കുന്ന, എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വിളക്കുമായി പോയി അവിടെ ചില പരിപാടികൾ നടത്തുന്ന ചില ഏർപ്പാട് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ചില നാടുകളിൽ ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിനൽ ബിദ്അൽ ഖബീഹത്തി മഅതാദഹു ബഅദുൽ അവാമി ഫീ ഹാദിഹിൽ അസ്മാൻ. ഈ കാലഘട്ടത്തിൽ ചില സാധാരണക്കാരായ വിവരമില്ലാത്തവർ പതിവാക്കിയ ചില മോശമായ ആചാരങ്ങളിൽ പെട്ടതാണ് 9-ാം രാവിന്, അന്നവിടെ പോണ്ടേന്നില്ല, അന്നവിടേക്ക് കുറെ ഈ മെഴുകുതിരിയുമായി പോയി കത്തിക്കുന്ന ചിലർ അതിന് നാട്ടിൽ നിന്ന് വരുമ്പം തന്നെ കുറെ മെഴുകുതിരി എടുത്ത് വരിക. എന്നിട്ട് അവിടെ ഈ 8-ാമത്തെ ദിവസം 9-ാം രാവിന് കൊണ്ടുപോയി കത്തിക്കുക. വയത്തനൂനബിഹി, അതൊരു വലിയ കാര്യമായിട്ട് പുണ്യകർമ്മമായിട്ട് കണ്ട് അതിന് വലിയ ശ്രദ്ധ ചെലുത്തുക. ഇങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ട്. വഹാദിഹി വലാലത്തുൻ ഫാഹിഷത്തുൻ, അത് വളരെ മോശമായ പിഴച്ച കാര്യമാണ്. ജമഉ ഫിഹാ അൻവാഅൻ മിനൽ ഖബാഇഹി, അതിൽ പല മോശമായ കാര്യങ്ങളും അതിൽ ഒത്തുചേരുന്നുണ്ട്. മിൻഹാ, അതിലൊന്നാണ് ഇളാഅത്തുൽ മാലി ഫീ ഗൈരി വജ്ഹിഹി, ആവശ്യമില്ലാതെ പണം നഷ്ടപ്പെടുത്തുക. അവിടെ കൊണ്ടുപോയി ഇത് കത്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ ആവശ്യമില്ലാതെ പണം നഷ്ടപ്പെടുത്തുക എന്നത് അതിലുണ്ട്. ഒന്ന്. മറ്റൊന്ന് തീ കത്തിച്ചുകൊണ്ട് തീനെ ബഹുമാനിക്കുന്ന ഏർപ്പാട്, അത് മജൂസികളുടെ, തീനാരാധിക്കുന്ന കക്ഷികളുടെ ചിഹ്നമാണ്. അത് അവിടെ കൊണ്ടുപോയി വെളിവാക്കേണ്ട ആവശ്യം ഇല്ല. ഈ മെഴുകുതിരികൾ കുറെ കത്തിച്ചിട്ട് അവിടെ, അല്ലെങ്കിൽ എണ്ണത്തര വിളക്കുകൾ കത്തിച്ചിട്ട് അവിടെ മുഖം ശരിക്ക് പുറത്ത് ജനങ്ങളെ, ആണുങ്ങളെ കാണിച്ചുകൊണ്ട് പുരുഷന്മാരുടെ കൂടെ ചില സ്ത്രീകൾ ഇടകലരുന്ന പരിപാടിയും ഉണ്ട്. അല്ലാഹു തആല ശറയിൽ കൽപ്പിച്ചത് പിറ്റേ ദിവസം അറഫയിൽ കടക്കാനാണ്. അതിന് മുമ്പ് തന്നെ അവിടെ പോയി കടന്നു എന്ന ഒരു മോശമായ ഏർപ്പാടും അതിലുണ്ട്. വയജിബു അലാ വലിയിൽ അംരി വഫഖഹുല്ലാഹു വകുല്ലി മുകല്ലഫിൻ തമക്കന മിൻ ഇസാലതി ഹാദൽ ബദി ഇൻകാറുഹാ. അതുകൊണ്ട് ഈ അനാചാരത്തെ ഭരണാധികാരിയും അതുപോലെ സാധിക്കുന്നവരൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് എന്ന് ശറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും കല്യാണ വീട്ടിലോ കല്യാണം നടക്കുന്ന ഏതെങ്കിലും വീട്ടിന്റെ മേലെയോ, അല്ലെങ്കിൽ റബീഉൽ അവ്വലിൽ പള്ളിയുടെ മേലെയോ, അല്ലെങ്കിൽ മദ്രസയുടെ മേലെയോ ഏതെങ്കിലും ലൈറ്റ് വെക്കുന്ന, അഥവാ ഈ ഡെക്കറേഷൻ ബൾബിൽ നൽകുന്നതിന് ഒരിക്കലും ബാധകമായ ഇബാറത്തല്ല അത്. അതിനെ സംബന്ധിച്ച് പറയുന്ന ഉദ്ധരണിയുമല്ല അത്. ഇമാം നവവി അങ്ങനെ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇമാം നവവിയുടെ കാലത്ത് മൗലിദില്ലായിരുന്നു എന്ന് കൂട്ടിപ്പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനത്തെ കബളിപ്പിക്കലൊന്നും ആരും നടത്തി സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കരുത് എന്ന് വിനയപൂർവ്വം അദ്ദേഹത്തോടും അദ്ദേഹത്തെ പോലുള്ളവരോടും ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്.